റെക്കോർഡിംഗ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ടായാ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു അവസരം തന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും അതുപോലെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്ത് ആല ഇമ്രാന് ഞാൻ പറയുന്നതിന് മുമ്പ് ഇന്ന് ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് ഒരു 75 വയസ്സുള്ള ഒരു ഫാത്തിമത്ത, മാഷാ അല്ലാ, അവര് ഇത് സൂറത്തുൽ ബഖറ മുഴുവനും പഠിച്ചത് ഓതി കേൾപ്പിച്ചു തന്നു. ഞാന് 6th ബാച്ചില് ESLG 6th ബാച്ചിൽ സ്റ്റുഡന്റ് ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് വേറെ ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആയിട്ട് അവരുണ്ടായതാണ്. അപ്പോഴേ അവര് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ കറക്റ്റ് ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോഴാണ് എല്ലാവർക്കും ഒരുമിച്ച് എക്സാമും കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ടീച്ചർ ബിസി ആയിട്ട് പിന്നെ ടെസ്റ്റ് നടത്താൻ ആരും ഇല്ലായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നല്ലോ. അപ്പൊ എന്നെ ഓർമ്മ വന്നിട്ട് എന്നോട് 2 ദിവസം മുമ്പ് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ്, മോളെ ഇങ്ങനെ എക്സാം എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പോ റെഡിയാകുമോ? സത്യം പറഞ്ഞാല് അവര് ചോദിച്ചപ്പോ നമുക്ക് ഭയങ്കര സന്തോഷാ വന്നത്. നമുക്ക് എത്ര സമയമില്ലെങ്കിലും ഈ ഒരു പ്രായത്തില് ഖുർആൻ പഠിച്ചിട്ട്, അല്ലെ, അത് സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒരാള് അവരുടെ ആഗ്രഹം, അല്ലെ, ഒന്ന് മുഴുവനും ഓതി കേൾപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറയുമ്പോ ശരിക്കും, അല്ലെ, എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നിയത്. എത്ര തിരക്കാണെന്ന് വെച്ചാൽ തിരക്കിന്, അല്ലെ, ഒരു സമയം ശരിക്കും പറഞ്ഞാല് ഗ്യാപ്പ് ഇല്ലാന്ന് തന്നെ പറയാം. പല കോളുകളും അറ്റൻഡ് ചെയ്യാണ്ടും പല മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കാതെയും ആണ് ഫോണുള്ളത്. സത്യം പറഞ്ഞാൽ ഫോണിന് തന്നെ ചിലപ്പോ എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ടാവോന്ന് എനിക്കറിയില്ല. അത്രമാത്രം പണി ഫോണിനും കൊടുക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് ചോദിച്ചപ്പോ ഞാൻ വേഗം റെഡിയായി. അൽഹംദുലില്ലാ. ഇന്ന് രാവിലെ 11 മണിക്ക് വിളിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. സത്യം പറയാൻ നമുക്ക് അസൂയ തോന്നിയെന്ന് പറയാം. ഖുറാന്റെ കാര്യത്തിൽ നമുക്ക് അസൂയപ്പെടാമല്ലോ, അല്ലെ? ആ ഒരു പ്രായത്തിൽ അവർക്ക് പിന്നെ അവരെന്നോട് പറഞ്ഞു, എന്റെ ശബ്ദമൊന്നും അത്ര ശരിയല്ല, കേൾക്കാൻ രസമില്ലാത്തതാണ്, കേട്ടിരിക്കാൻ ബോറടിക്കുമെന്ന് അറിയില്ല അസീനക്ക്, പിന്നെ എന്നൊക്കെ പറയാം. പറഞ്ഞ എന്ത്, അല്ലേ, നമുക്കൊരു ഉമ്മ ഉണ്ടെങ്കിൽ, നമ്മളൊരു ഉമ്മാന്റെ, അല്ലെ, ഒരു ഉമ്മ ശരിക്കും 75 വയസ്സാണ് അവർക്ക്. അവര് പഠിച്ചിട്ട് അവര് മറക്കാതെ അതിങ്ങനെ എപ്പോഴും ഓതിക്കൊണ്ടേയിരുന്ന് അപ്പം മുഴുവനും ഒരു ആൾക്ക് കേൾപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ, എന്ത് ശബ്ദം എങ്ങനെയായാലും അതൊന്നൊരു പ്രശ്നമില്ല. അങ്ങനെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ശരിക്കും എനിക്ക് ഭയങ്കര എന്തോ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ച് ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു സത്യം പറഞ്ഞാല്. കാരണം അവരിങ്ങനെ ഓതാന് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ, എന്താ പറയാ, അങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഓതി സുബ്ഹാനല്ലാ. അതില് സെക്കൻഡ് ജുസിന്റെ ആ തൊലാഖിന്റെ ആയത്തിന്റെ ഭാഗത്തെത്തിയപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ഓതി ആയത്തൊന്നും ഇങ്ങനെ മാറിപ്പോയി. അപ്പൊ ഞാൻ മാറി എന്ന് പറഞ്ഞപ്പോ അവർക്ക് തന്നെ മനസ്സിലായി. എന്നിട്ട് അത് ശരിയാക്കി ഓതി. അങ്ങനെ എന്താ പറയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത്രയും നന്നായിട്ട് അവർ പഠിച്ചു. ഒരു ഇടയിൽ നിന്ന് ഒരു വെള്ളം കുടിക്കാനോ ഒന്ന് നിർത്താനോ ഒന്നുമില്ല, കണ്ടിന്യൂസ് ഓതി തന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും സാധാരണ ഇതിൽ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല്, എന്നെ ഖുർആൻ ഓതുമ്പോ കുറച്ചിങ്ങനെ ഓതി തുടങ്ങുമ്പോ തന്നെ എനിക്ക് ഉറക്കം തൂങ്ങിയിട്ട് ഞാനിങ്ങനെ ഉറങ്ങി വീണു പോന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. വേറൊരാളിത് കേട്ടിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഞാൻ ഉറങ്ങിപ്പോവും അങ്ങനത്തെ. പക്ഷെ ഇവരത് എന്താ പറയാ, എനിക്ക് ഉറക്കം വന്നിട്ടുമില്ല. പിന്നെ ആ ഒരു എന്താ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, അവരങ്ങ് പിന്നെ ഗൾഫിലാണ്, മക്കളെ കൂടെ ഗൾഫിലാണുള്ള, സൗദിയിലാണ്, അങ്ങനെ ഇവിടെ ഉള്ളത്. അപ്പോ
പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു മുത്തം തരാം. അപ്പൊ അവരും പറഞ്ഞു മാഷാ അല്ലാ എനിക്കും ഭയങ്കര സന്തോഷായി, ഒരുപാട് സന്തോഷായി, അവരെ ഒരു വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിത് ഇവിടെ പറയുന്ന വെച്ചാല് ഈ ഒരു സന്തോഷം പിന്നെ ഈ ഒരു പ്രായത്തിലും ആ പഠിക്കാനുള്ള ഒരു ആവേശം, ഉം അത് പഠിച്ചത് മറക്കാതെ നിലനിർത്തി കൊണ്ടുപോയ ആ ഒരു പരിശ്രമം, അത് എന്നിട്ട് മുഴുവനും ഒറ്റ ഇരിപ്പില് അല്ലെ, ഒരു ഒറ്റ ഇരിപ്പിൽ എന്ന് പറഞ്ഞാല് എന്തായാലും അതൊരു ടാസ്ക് തന്നെയായിരുന്നല്ലേ. സൂറത്തുൽ ബഖറ പിന്നെ 2.5 ജുസ് ഉണ്ട്, 286 ആയത്തുകള്. അത് ഒറ്റ ഇരിപ്പിൽ ഇത്രയും പ്രായമായ ഒരാള് ഓതാന്ന് പറയുമ്പോ ശരിക്കും ഒരു വലിയൊരു ഒരു വലിയ മല എടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ കടല് കടക്കുന്ന ഒരു ഇതന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഇതൊന്നും എനിക്ക് കഴിയൂല, ഇതൊക്കെ പിന്നെ എനിക്ക് പറഞ്ഞതല്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. പഠനം എന്ന് പറയുന്നത് നമ്മളെ പരിശ്രമം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അല്ലാഹു തആല ഈ കാര്യത്തിൽ എളുപ്പം തരും എന്നുള്ളതാണ്. നമ്മള് ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കാം. ചിലപ്പോ വർഷങ്ങൾ എടുക്കും. വർഷങ്ങൾ എടുത്താൽ എന്താ അല്ലെ, അത്രയെങ്കിലും അത്ര റബ്ബിന്റെ മുമ്പിൽ അള്ളാന്റെ കലാം ഇത്രയും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ നമുക്ക് റബ്ബ് അവസരം തന്നിട്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നല്ലൊരു മുതൽക്കൂട്ടല്ലേ നാളേക്കുള്ള. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താ പറയാ, എനിക്കതൊന്നും കഴിയൂല, എനിക്ക് പറഞ്ഞതല്ല, അതിലെ പഠനം എനിക്ക് പറ്റൂല, പരീക്ഷ എഴുതാൻ എനിക്ക് പറ്റൂല, ക്ലാസ് ഇങ്ങനെ കേട്ട് പോയിക്കോളാം, അതിന് പ്രത്യേകിച്ച് എന്തില്ല, അധ്വാനമൊന്നും ഇല്ല അല്ലെ. അതെന്ന് വെച്ചാൽ നമുക്ക് മടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് മടിയന്മാരാണ്. എന്നുവെച്ചാല് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയൂല. ഈസി ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്, എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാം, അത് എത്ര വേണമെങ്കിലും നമ്മൾ കേൾക്കാൻ റെഡിയാണ് അല്ലെ. പിന്നെ ഓതാനും ഓതാനും അത്ര ഭയങ്കര പണിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഓതും. ഓതലും ക്ലാസ് കേൾക്കലും ഒക്കെ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. അതിനെ ഞാൻ നിസ്സാരമാക്കുന്നതേ അല്ല, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മള് അല്ലെ, ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, വേഗം വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാന്ന് വിചാരിക്കുന്നുണ്ടാ അല്ലെ. അപ്പൊ നമ്മൾ ഇത്തിരിയെങ്കിലും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ബഖറ തന്നെ ഹിഫ്ലാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹിഫ്ലിന്റെ ഗ്രൂപ്പിലൊക്കെ ചേർന്നിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പഠിച്ചോളും, അത് ഗ്രൂപ്പിലൊന്നും ശരിയാവൂല, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും കഴിയില്ല, ഇങ്ങനെയാന്ന് എല്ലാരും പറയാ അല്ലെ. ആ സ്ട്രിക്റ്റ് ആവുമ്പോ എനിക്ക് ശരിയാവൂല, ഇങ്ങനെ ശരിയാവൂല എന്നിട്ട് നമ്മളെ കംഫർട്ട് പിന്നെ അനുസരിച്ചിട്ട് നമ്മൾ പോകാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയാം. നമ്മൾ ഇബ്ലീസ് ഒരു കാലത്തും നമ്മളെ കംഫർട്ട് ആക്കൂല. നമ്മളോട് പറയും അത് പിന്നെ അങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് നീ ഒറ്റക്ക് പഠിച്ചോ. നമ്മൾ ഒറ്റക്ക് ആക്കുന്നത് ആരാന്നറിയോ, ഇബ്ലീസാ. നമ്മൾ ഒറ്റക്ക് ആക്കിയാൽ ഇബ്ലീസിനെ നേരിടാൻ നല്ല എളുപ്പം. നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ ആകുമ്പോ അല്ലെ, സംഘം, ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ബർക്കത്ത് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഒരു ജമാഅത്തിന്റെ കൂടെ ആകുമ്പോ ഇബ്ലീസിനെ എന്താക്കാൻ കഴിയില്ല, പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മൾ എന്താക്കാ, ഇങ്ങനെ എന്തെങ്കിലും സംരംഭം ഇഷ്ടം പോലെ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇതൊക്കെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഇന്ന് ഉണ്ടായ ഈ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന വാക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ അതൊരു പിന്നെ എന്താ പറയാ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ കൊണ്ട് ഒരാൾക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി എനിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീണ്ടും ആവർത്തിച്ചിട്ട് പറയുന്നത്. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും പഠിച്ച ഭാഗങ്ങൾ അള്ളാഹു ഓർമ്മയോടെ നിസ്കാരത്തിലും അല്ലാതെയൊക്കെ ഓതാനും ഇനിയും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് പഠിക്കാനും മനഃപ്പാടമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് സൂറത്തു ആലിമ്രാനിലേക്ക് നമുക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഏകദേശം 140 അടുത്തെത്തിന്ന് തോന്നുന്നു അല്ലെ. 140 ആയത്ത് എടുത്തിനോ, എടുത്തിട്ടില്ല, 40 കഴിഞ്ഞല്ലോ അല്ലെ. ഏകദേശം 150 അടുത്ത് എത്തിന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും മറന്നായിരിക്കും അല്ലെ, കുറെ നാളായില്ലേ അവള് എടുക്കാത്തത്. ജസ്റ്റ് ആ ഒരു 140 ശേഷമുള്ള ആയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. പഠിക്കുന്ന ആൾക്കാർ പഠിക്കുക, അല്ലാത്ത ആൾക്കാർ അതിന്റെ അർത്ഥവും ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് പരിശ്രമിച്ചാലേ എപ്പോഴും നമ്മൾ ഓതി
ഹിഫ്ള് ചെയ്യുന്ന ഭാഗങ്ങളെ റിപ്പീറ്റ് ആയിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇല്ലേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത് പഠിച്ചു പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 141 അതിന് ശേഷം ഞാൻ എടുത്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആ പേജ് ഏകദേശം പകുതിയോളം ഞാൻ എടുത്തെന്നാണ് മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പിന്നെ أعوذ بالله من الشيطان الرجيم إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. നമ്മള് പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ആയത്തില് അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഇതൊക്കെ അടുത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ശേഷമുള്ള കാര്യം നമുക്ക് ഓർമ്മയില്ല. എന്തായാലും ഇപ്പൊ പറഞ്ഞ ആയത്തിന്റെ എല്ലാം ഒരു സാരാംശം പറയാം ഇൻഷാ അല്ലാഹ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞ ഒരു വാചകം എന്ന് വെച്ചാൽ വലാ തഹിനു വലാ തഹസനു അല്ലെ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ തന്നെയാണ് എന്ത് ഏറ്റവും ഉന്നതരായിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുക്കല് ഏറ്റവും ഉന്നതര് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പം മുഅ്മിനീങ്ങളാകാനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്താം. എന്നിട്ട് പിന്നെ പറഞ്ഞതാണെന്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നേരത്തെ ഇതുപോലെ പിന്നെ അവർക്കും എന്തുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ അല്ലെ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ യുദ്ധവും അതുപോലെ പിന്നെ അതിന്റെ വിജയം പരാജയം അതിലേൽക്കുന്ന പ്രയാസങ്ങൾ അതെല്ലാം സത്യത്തില് പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു താല നൽകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ, വിശ്വസിച്ച ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വലിയ അലമല്ലാഹുല്ലദീന ആമനു അല്ലെ. വിശ്വസിച്ച ആളുകൾ ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത് തിരിച്ചറിയാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹു താല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നൽകുന്നത്. അള്ളാഹു അക്രമികളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, അക്രമം ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഞാന് ഒരു സീറത്തുൻ നബീന്റെ ക്ലാസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും പോസ്റ്റ് ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മള് നേരത്തെ റംലത്താന്റെ ക്ലാസ്സുകൾ കേട്ടോണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഉസ്താദിന്റെ ക്ലാസ് ഒന്നും കൂടി എന്തോ ഒരു ഭയങ്കര എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നു. ആ ബദറിന്റെ ആ ഓരോ രണാങ്കണത്തിലെ ആ രംഗങ്ങളെല്ലാം പറയുമ്പോ ഉണ്ടല്ലോ, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന പോലത്തെ ഒരു ഫീലിങ്. സുബ്ഹാനല്ലാഹ്, പറ്റെങ്കിൽ എല്ലാരും കേൾക്കണം കേട്ടാ. ഞാന് വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. യൂട്യൂബ് ലിങ്ക് ആയിട്ടും ഓഡിയോ ആയിട്ടും എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നേരത്തെ ഉള്ളത് കിട്ടിയെങ്കിൽ നല്ല, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത് മുതൽ ഇനിയുള്ള ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയാൽ മതി ഇൻഷാ അല്ലാഹ്. അവിടെ അല്ലെ ആ ഒരു ബദർ യുദ്ധത്തിന്റെ പോരാട്ട വീതിയിലുള്ള ആ രംഗങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോ ഇല്ലേ, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പിന്നെ സൈന്യത്തെ ഒരുക്കിയ സജ്ജമാക്കിയ ആ കാര്യങ്ങളും അവര് പോരാടിയ ഓരോരോ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ ശരിക്കും സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ പ്രയാസങ്ങൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല എന്തിനാണ് അങ്ങനെ നൽകിയത്, പരീക്ഷണമായിട്ട് തന്നത് അള്ളാഹുവിനെ അറിയാൻ, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരാളെ റബ്ബിന് ശരിക്കും ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവന്റെ പരീക്ഷണങ്ങൾ അവന് കടുപ്പം കൂടുന്തോറും അവൻ എന്താ ചെയ്യാന്,
അയാളുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യാൻ ഒരു മുഅ്മിനാണെങ്കിൽ, അയാൾ ഒരു മുഅ്മിനാണെങ്കിൽ അവന് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഇങ്ങനെ കൂടി കൂടി വരുമ്പോ അവനൊരിക്കലും ഈമാനിൽ പതർച്ച ഉണ്ടാകുകയല്ല ചെയ്യുക. ഈമാൻ എന്താകുക ചെയ്യുക, വസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളില് ഘട്ടങ്ങൾ വരുമ്പോ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ ഏത് അവസ്ഥയിലാണുള്ളത്? റബ്ബിലേക്ക് തന്നെ കൂടുതൽ തിരിയാണോ? അള്ളാഹുവിനെ ഹംദും ശുക്റും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാകാൻ തന്നെയാണോ നമ്മൾ പരിശ്രമിക്കുന്നത്? അതല്ല പിന്നെ എന്താണ് നമ്മള് നിരാശരാവുകയും നന്ദികേട് കാണിക്കുകയും അങ്ങനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ അങ്ങനെ ചെയ്യുന്നവരാണോ? നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്താം. നമ്മളെ ഒന്ന് എന്താ പറയാ, വിചാരണക്ക് വിധേയമാക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാനും കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ പിന്നെ അടുത്ത ആയത്തിൽ പറഞ്ഞത് വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ, അല്ലെ? അതായത് അതില് അള്ളാഹു തആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കാൻ അതുപോലെ കാഫിരീങ്ങളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ അല്ലെ, ശുദ്ധീകരിച്ച് ഒരു സ്വർണം, അല്ലെ, സ്വർണം എന്ന് പറയുന്ന അത് തങ്കമായിട്ട് വരുമ്പോ അത് എന്താണ് ആകുന്നത്? തീയിൽ ഇട്ട് ഉലയിലിട്ട് ഊതി അതിനെ അല്ലെ കത്തിച്ച് അങ്ങനെയാണ് അത് എന്താകുന്നത്? ശുദ്ധീകരിച്ച് വരുന്ന ആ പ്രക്രിയ, അല്ലെ? അതുപോലെയാണ് ഉണ്ടാകുന്നത്. അള്ളാഹു തആല നമ്മളെ പരീക്ഷണങ്ങളുടെ ഉലയിലിട്ട് അങ്ങനെ ഊതി നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ നന്നാകാനുണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ശുദ്ധിയാകാനുണ്ട്. നമ്മൾ ഈ ദുനിയാവിന്റെ ഇതിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയും ചിലപ്പം ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അതിൽ നിന്നും നമ്മൾ വിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു എന്താക്കും? അതിൽ നിന്ന് രക്ഷപ്പെടുത്തും, അല്ലെ? കരകയറ്റും, ശുദ്ധീകരിക്കും. അപ്പൊ ഇങ്ങനൊക്കെ തന്നിട്ടാണ് അള്ളാഹു എന്താക്കാന്? നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളെയും ഹൈറായി കണ്ട് അത് നമുക്കുള്ള ഒരു ഹൈറാണെന്ന് വിചാരിച്ച, എല്ലാത്തിലും ഹൈറുണ്ട് എന്ന് വിചാരിക്കുക. കുല്ലും ഹൈർ, അല്ലെ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുക, റബ്ബിൽ തൃപ്തിപ്പെടാൻ വേണ്ടിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് വീണ്ടും അള്ളാഹു തആല ചോദിക്കുന്ന അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലെ? നിങ്ങള് വേഗം അങ്ങ് സ്വർഗത്തിൽ പോയി കളയാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. അതായത് നിങ്ങളിൽ നിന്നും പരിശ്രമിക്കുന്ന, അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തില് ജിഹാദിന് റെഡിയായിട്ടുള്ളവരാരാണ്, ജിഹാദിലേർപ്പെട്ടവരാരാണ് എന്നും ക്ഷമയുള്ളവരാരാണെന്നും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഓരോ കാര്യത്തിലും പരിശ്രമിക്കണം. ഖുർആൻ പഠിക്കുന്ന കാര്യത്തില് എന്നെ കൊണ്ട് കഴിയൂല, അതൊന്നും എനിക്ക് കഴിയൂല, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, എനിക്ക് ഒരുപാട് പണിയുണ്ട്, വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെ, മാതാപിതാക്കളുണ്ട്, ഇവരുടെ എല്ലാം കാര്യം നോക്കണം. ശരി തന്നെ, അതെല്ലാം നോക്കണം. അതിലെല്ലാം പ്രതിഫലമുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. നമ്മളത് കൃത്യമായി നിർവഹിക്കേണ്ടത് തന്നെയാണ്. അതിന് വീഴ്ച വരുത്തിയിട്ടല്ല നമ്മൾ ഖുർആൻ പഠിക്കാൻ ഇറങ്ങേണ്ടത്, അല്ലെ? പക്ഷെ നമ്മൾ അതിനും സമയം കണ്ടെത്തണം, നമ്മൾ ഇതിനും സമയം കണ്ടെത്തണം. കാരണം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമുക്ക് ഈ ദുനിയാവിലെ കേവലം ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള സുഖങ്ങളോ ആസ്വാദനങ്ങളോ അല്ല കിട്ടേണ്ടത്, അല്ലെ? അത് നമുക്ക് അതെന്തിനാ? നമ്മൾ മരിക്കുന്നതോടുകൂടി ഒക്കെ ഇട്ടേച്ച് പോകേണ്ടതാണ്. എന്നാൽ റബ്ബിന്റെ അടുത്തുനിന്ന്, അല്ലെ, ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ജന്ന, അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ കുറച്ചൊന്ന് പണിയെടുക്കണം. പണിയെടുത്താലേ കിട്ടൂ, അല്ലെ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ ദുനിയാവിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്തിരി എന്താകണം? ഒന്ന് വിയർക്കണം, അല്ലെ? ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ലേ ഇപ്പൊ പരീക്ഷ, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ അവൻ എന്താക്കണം? ഒന്ന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെ? നല്ലപോലെ ഉറക്കമൊഴിഞ്ഞിട്ടും കുറച്ച് അധ്വാനിക്കണം, എന്നാലേ നല്ല മാർക്ക്
കൂടി പാസ്സാകാൻ കഴിയും. അതേപോലെ തന്നെ അല്ല, അതിനേക്കാളുമാണ് എന്ത് സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു വിജയമല്ല, അല്ലെ, കേവലം കുറഞ്ഞ സമയത്തേക്കുള്ളതല്ല, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്കുള്ളതല്ല, അതല്ല അല്ലെ. എന്താണത്? കാലാകാലത്തേക്കുള്ള ശാശ്വതമായ, എന്താണ്, ഖാലിദീന ഫീഹ അബദ, അല്ലെ, അതിൽ എന്നെന്നും സ്ഥിരവാസികളായിക്കൊണ്ട്, ഒരിക്കലും മരണമില്ലാത്ത. സുബ്ഹാനല്ലാഹ്, എന്തൊരു സുന്ദരമായിരിക്കും അല്ലെ ആ ലോകം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല നമ്മളെല്ലാരെയും ആ സ്വർഗത്തിൽ എന്താ പറയാ, പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അല്ലെ, നമ്മള് പലപ്പോഴും സാഹചര്യങ്ങളാണല്ലോ നമ്മൾ പല കോലത്തിലാക്കുന്നത്. അള്ളാഹു അല്ലെ തെറ്റായ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അമീൻ. എപ്പോഴും പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അവന്റെ പ്രവർത്തനങ്ങളിലെ അത്രയും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. നരകത്തിന്റെ ആൾക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മള് തെറ്റായ കാര്യങ്ങൾ നല്ലതായി തോന്നിപ്പിക്കൂല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെയ്യും. അതിലെന്താ ഇപ്പൊ കുഴപ്പം അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മള് എന്താ പറയാ, കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ജനറേഷൻ മാറാന്ന്, കുട്ടികളും മാതാപിതാക്കളും എല്ലാരും മാറാൻ അല്ലെ. എല്ലാരും എന്തിന്റെയൊക്കെയോ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് എന്താണ്? ഈ ഷോർട്സും റീൽസും അല്ലെ. എല്ലാരും കാണുന്നുണ്ട്. വാട്സപ്പിൽ വരുന്ന വീഡിയോസും കാണും, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അതിലും കാണും, പിന്നെ യൂട്യൂബ് ആണെങ്കിൽ പിന്നെ അത് പറയേണ്ടി വരൂല, പിന്നെ ഇൻസ്റ്റാഗ്രാമും, പിന്നെ വേറെന്താ ഉള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ, നമ്മളെ ശൈത്താനിയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് രക്ഷപ്പെട്ടിട്ട് അള്ളാന്റെ മാർഗത്തിലേക്ക്, അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാന്ന് പറയുമ്പോൾ അതൊരു ജിഹാദ് തന്നെയാണ് അല്ലെ. വാളും പരിചയും ഒക്കെ എടുത്തിട്ട് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും പുറപ്പെടുന്ന യുദ്ധം അന്ന് ഉണ്ടെങ്കിൽ അതിനേക്കാളും കടുത്ത പോരാട്ടമാണ് ഇന്ന് നമ്മൾ ഈ ഒരു യുഗത്തിൽ, ഈ ഒരു നൂറ്റാണ്ടില് നമ്മളെ മക്കളുടെ ഇടയില്, പ്രായമായ മാതാപിതാക്കളുടെ ഇടയിൽ ശരിക്കും നല്ല ജിഹാദ് അത്യാവശ്യമുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലെ. ആ ജിഹാദ് ഏറ്റവും ഹൈറായ രൂപത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ മക്കളെല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ദീനിന്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കാൻ അള്ളാഹു എല്ലാ മക്കൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ, എന്റെ മക്കള്, നിങ്ങളെ മക്കളൊന്നുമില്ല, നമ്മളെല്ലാവരുടെയും മക്കള്, ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കളെ വിഷയത്തില് ടെൻഷനാണ്. എന്താ പറയണം എന്ന് അറിയുന്നില്ല അല്ലെ. നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒരു വിവാഹത്തിന്റെ കാര്യത്തിൽ പോലും മാതാപിതാക്കൾക്ക് അല്ലെ, പണ്ടൊക്കെ എന്ന് വെച്ചാല് മാതാപിതാക്കൾ തീരുമാനിക്കും, മക്കള് സമ്മതിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മക്കൾ തീരുമാനിക്കും, മാതാപിതാക്കൾ സമ്മതിച്ചോളാം. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ മാറി. അപ്പൊ മാറ്റങ്ങൾ ഒരുപാട് ദുനിയാവിൽ നടക്കുന്നുണ്ട്. അവിടെ നമ്മള് പരമാവധി നമ്മളെ മക്കളെ നമ്മളുടെ റബ്ബിന്റെ അധീനതയിൽ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്ന, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി അതിന്റെ കീഴിൽ അണിനിരക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയും പരിശ്രമവും എല്ലാം വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതൊരു മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ വെച്ചാൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എല്ലാവരും എന്താണ് ഒരു തരത്തിലൊരു ആശങ്ക അല്ലെ, ഒരു ടെൻഷൻ, ബേജാറ്, അങ്ങനെയുള്ള പല അവസ്ഥകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും എന്താ പറയാ, അവര് പറയുമ്പോ ഒരു ശ്വാസിക്കാൻ പോലും അവകാശമില്ലാത്തൊരവസ്ഥ പോലെ അല്ലെ. അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാൻ ഇന്ന് മാതാപിതാക്കൾക്ക് പേടിയാണ്. അപ്പം വിചാരിക്കും മതി, എന്തെങ്കിലും ആക്കട്ടെ, ഇങ്ങനെ വിചാരിക്കില്ല ചില മാതാപിതാക്കൾ. മതി, അവരെന്തെങ്കിലും അവരിഷ്ടത്തിന് എന്തെങ്കിലും ആക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ട്
വഴക്കും വക്കാണോ ആയില്ല, ഇനി ഇറങ്ങിപ്പോയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ, അതും നമ്മൾ തന്നെ കാണണ്ടേ, എന്തെങ്കിലും അങ്ങനെ വിചാരിക്കാം. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ആക്കട്ടെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം മക്കളെ കാര്യത്തില്, അള്ളഹാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹു നേർവഴിയില്ലേ, ഹിദിന സിറാത്തൽ മുസ്തഖീം പറയുമ്പോൾ അവിടെ നമ്മളും നമ്മുടെ കുടുംബവും മക്കളും എല്ലാം വരണം. സിറാത്തുൽ മുസ്തഖീമിൽ അള്ളാഹുവെ ഞങ്ങളെ വഴി ചേർക്കണേന്ന് പറയുമ്പോൾ ആ ഇഹ്ദിന എന്നുള്ള ആ ഒരു ഇത് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു ഇതിലല്ല, ഞാനും എൻ്റെ മക്കള് അല്ലെ, എൻ്റെ ഇണ, എൻ്റെ കുടുംബം, മാതാപിതാക്കള്, എൻ്റെ സുഹൃത്തുക്കള്, അയൽവാസികള്, കുടുംബക്കാര്, കൂടെയുള്ള ആൾക്കാര്, അങ്ങനെ 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 എല്ലാരെയും മനസ്സിൽ കരുതിയിട്ട് തന്നെ എന്താക്കുക, എഹ്ദിനാന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാരും ഹിദായത്തിന്റെ വഴിയിലാക്കട്ടെ, ആമീൻ. ഇന്നലെ തന്നെ രാവിലെ ഒരു സഹോദരി ഇങ്ങനെ റജബിന്റെ നോമ്പിന്റെ കാര്യം ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവര് ഇങ്ങനെ സംശയം ചോദിച്ചു വന്നു വെച്ചാല് അവരുടെ സഹോദരങ്ങളൊക്കെ ഈ നോമ്പ് എടുക്കുന്ന ആൾക്കാർ, അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. സത്യത്തില് അത് നല്ലൊരു ചിന്തയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മള് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നമ്മളെ കൂടപ്പിറപ്പുകളെയും അങ്ങനെയുള്ള ബിദഅത്തിൽ നിന്നും വിട്ടു നിർത്തിക്കാൻ ശ്രമിക്കാം. ഒരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറഞ്ഞത്, നിങ്ങളിലുള്ള ഷമാലുക്കൾ ആരാണെന്നും ജിഹാദ് അള്ളാന്റെ മാർഗത്തില് പോരാട്ടത്തിന് ഏർപ്പെട്ട ആളുകൾ ആരാണെന്നും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അപ്പം ജിഹാദ് നമ്മൾ ഈ ദുനിയാവില് ജീവിക്കുമ്പോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എന്ത്? സബർ അല്ലെ. സബർ എന്ന് പറയുന്നതില്ലേ, സബുർ നിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഈമാനിന്റെ പകുതിയാണ് ക്ഷമാന്ന്. ശരിക്കും ഈമാനിന്റെ പകുതിയല്ല, പകുതിയിലെ മുക്കാലും ക്ഷമ തന്നെ പറയേണ്ടി വരും. കാരണം എല്ലായിടത്തും നമുക്ക് വേണ്ടത് ക്ഷമയാണ് അല്ലെ. ആ ക്ഷമ എന്ന് പറയുന്നത് നശിച്ചു പോയാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയൂല ഈ ദുനിയാവില്. നമ്മൾ ജീവിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടാവൂല. കാരണം അത്രയും സബർ അത്യാവശ്യമുള്ള ഒരു ലോകത്തൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സബർ എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമാണ്. ദേഷ്യം പിടിക്കാൻ നമുക്ക് സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ ചുറ്റിലും. അതിനുള്ള കാര്യകാരണങ്ങളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷെ അതിനിടയിൽ നമുക്ക് സബർ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അല്ലെ. പല പല മേഖലയിലും, എല്ലാ മേഖലയിലും നമുക്ക് എന്ത് വേണം? ക്ഷമ വേണം. അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. സബർ ജീവിതത്തില് എന്താണ്, ഇന്നമ സബർ അതിന്റെ സ്വതമത്തിൽ ഊലാന്ന് പറഞ്ഞല്ലേ, ആദ്യ ഘട്ടത്തിലാണ് ക്ഷമ വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് ക്ഷമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. നമുക്കും അല്ലെ നമ്മളെ മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ പ്രാർത്ഥിക്കാം അല്ലെ. എനിക്കും എന്റെ സന്തതികൾക്കും, എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർവഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതുപോലെ പ്രാർത്ഥിക്കാം, നമുക്കും കിട്ടണം നമ്മുടെ മക്കൾക്കും. സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ മക്കളാണെങ്കിലും എത്ര ചെറിയ മക്കളാണെങ്കിലും അള്ളാഹു ഹിദായത്തിന്റെ വഴിയില് സാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പൊ ജാഹദും സ്വാബറും. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വലഖദ് കുൻതും തമന്നൗനൽ മൗത മിൻ ഖബ്ലി അൻ തൽഖഹു ഫഖദ് റഅയ്തുമു വഅൻതും തൻദുർ. അതായത് മരണത്തെ നേരിൽ കാണുന്നതിന് മുമ്പേ നിങ്ങൾ അതിന് കൊതിക്കുന്നവരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതായത് പിന്നെ പിന്നെ യുദ്ധം അല്ലെ, യുദ്ധം എന്ന് പറയുന്നത് നിയമമാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ പിന്നെ ഈ മുസ്ലിമീങ്ങൾക്ക് അവരോട്, അതായത് ഈ ശത്രുക്കൾക്കെതിരെ ആക്രമിക്കാനും ഏറ്റുമുട്ടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ അതുപോലെ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷം അതിൽ പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട ആളുകൾക്കും ഉണ്ട് അടുത്തൊരു യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ശരിക്കും ഈ രൂപത്തില് അവരാഗ്രഹിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ദീനിന് വേണ്ടിയിട്ട് ആ ത്യാഗം അല്ലെ, രക്തസാക്ഷിത്വം വഹിച്ച് പുണ്യം നേടണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവര്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്, അള്ളാഹുവിനോട് അതിൽ നിന്ന് ഒഴിവായി തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടത്. ഇനി അവരെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, കാരണം സ്വർഗം നിങ്ങളുടെ വാളുകളുടെ തണലിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ക്ഷമിക്കേണ്ട അവസരം ക്ഷമിക്കണം, പോരാടേണ്ട സമയം പോരാടണം. അത് നമ്മള് സൂറത്തുൽ ബഖറയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെ, ഇങ്ങോട്ട് ആക്രമണം ചെയ്താൽ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പം നമുക്ക് കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മരണത്തെ നേരിൽ കാണുന്നതിന് മുമ്പ് അതിന് കൊതിക്കുന്നവരെ നിന്ന് ഇപ്പൊ ഇതാ നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ നിങ്ങൾക്ക് ഇതാ മരണം അല്ലെ വന്നെത്തിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവിടെ ഉഹുദില് ഒരു കിംവദന്തി പറഞ്ഞിരുന്നു അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോ നമ്മളൊന്നും പോരാടിയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള നിലക്ക് കുറെ ആൾക്കാർ പിന്തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് എന്തല്ല, നബി അല്ലാതെ അല്ലെ, ഒരു റസൂൽ അല്ലാതെ വേറെ ആരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരുപാട് നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇമ്മാത ഔ ഖുതില, അതായത് എന്നിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ കേട്ടാൽ അല്ലെ, അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഖലബത്തും അലാ അഖാബിക്കും, നിങ്ങളുടെ മടമ്പും കാലുകളിൽ അല്ലെ പിന്നെ തിരിച്ചു പോവുകയാണോ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും അതെന്തല്ല, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ എന്തായാലും മരണം വരിക്കേണ്ട ഒരാൾ തന്നെയാണ്. പിന്നെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ട് ഒരു സമയത്തുമ്പോ മരണം എന്തായാലും സംഭവിക്കും. അത് കഴിഞ്ഞു അല്ലെ. പക്ഷെ അവിടെ ആ സമയത്ത് ചിലരൊക്കെ എന്തായി പോയി, വെപ്രാളപ്പെട്ട് പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നു. ചിലവരെ ഈമാൻ എല്ലാവർക്കും ഒരേപോലത്തെ ഈമാനായിരിക്കുമല്ലോ അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വമൻ യൻഖലിബു അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅൻ വസയജ്സില്ലാഹു ശാകിരീൻ. ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അള്ളാഹുവിന് അത് എന്താവൂല, ഒരു ദ്രോഹവും വരുത്തൂല അല്ലെ. അത് നിങ്ങൾ പിന്തിരിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു കുറവും വരാനൊന്നുമില്ല. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തആല തക്കതായ പ്രതിഫലം നൽകുന്നതാണ് എന്നാ പറയുന്നത്. വസയജ്സില്ലാഹു ശാകിരീൻ. ഇനി അടുത്ത ആയത്ത് നോക്കിക്കോ. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല വമൻ യുരിദ് സവാബദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ വസനജ്സി ശാകിരീൻ. എന്താ പറയുന്നത്? വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. വമാ കാന ലിനഫ്സിൻ അല്ലെ, ഒരു നഫ്സിനും സാധിക്കുകയില്ല, ഉണ്ടാകാവതല്ല. ഒരു മിനിറ്റ്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹിന്റെ അനുമതിയോട് കൂടിയല്ലാതെ ഒരാൾക്കും മരിക്കാൻ കഴിയൂല എന്ന് പറയുന്നു, ഒരു ദേഹത്തിനും. കിതാബ് മുഅജ്ജല, അതായത് അള്ളാഹു അല്ലെ ഒരു അവധി നിശ്ചയിക്കപ്പെട്ട രേഖയായിട്ട് അള്ളാഹു അത് കൃത്യമായിട്ട് പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വെച്ചാൽ അത് അള്ളാഹു നിർണയിക്കപ്പെട്ട ഒരു വിധിയാണ് അല്ലെ. ഓരോരുത്തരുടെയും മരണം എന്നുള്ളത് അള്ളാഹു തആലയുടെ അടുക്കൽ എന്തുണ്ട്, തീരുമാനമുണ്ട്, അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യുരിദ് സവാബദ് ദുനിയ, വമൻ യുരിദ് സവാബദ് ദുനിയ, ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം, വമൻ യുരിദ് സവാബദ് ദുനിയ, ഈ ദുനിയാവിലെ പ്രതിഫലം, ഇഹലോകത്തെ പ്രതിഫലം മാത്രം ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നുഅ്തിഹി മിൻഹ, അവൻ അതിൽ നിന്ന് നാം നൽകും അല്ലെ. വമൻ യുരിദ് സവാബൽ ആഖിറ, ഇനി പരലോകത്തെ പ്രതിഫലമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം നുഅ്തിഹി മിൻഹ, അവൻ അതിൽ നിന്ന് നാം നൽകും. സുബ്ഹാനല്ലാഹ്. വസനജ്സി ശാകിരീൻ, വഴിയെ നാം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. വസനജ്സി ശാകിരീൻ, ആർക്ക്? നന്ദി കാണിക്കുന്നവർക്ക്.
സുബ്ഹാനല്ലാഹ്. നമ്മള് സൂറത്തുൽ ബഖറയില് ഈ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആഹ് എന്താണ് മിൻഹും മൻ യഖൂലു റബ്ബന ആതിന ഫിദ് ദുനിയ, അല്ലെ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവര് എന്താണ് അവരുടെ കാര്യം എന്താ പറഞ്ഞത്? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ ചോദിക്കുന്നത് ദുനിയാവ് മാത്രം ചോദിക്കണം. അപ്പോ അവർക്ക് ദുനിയാവ് എന്നുള്ള ഹൈറിന് പോലും അല്ല ചോദിക്കുന്നത്, അല്ലെ? റബ്ബന ആതിന ഫിദ് ദുനിയ. അപ്പൊ അവർ അല്ലാഹു തആല പറയുന്നത് അവർക്ക് പരലോകത്ത് ഒരു ഓഹരി ഉണ്ടാവൂല. സുബ്ഹാനല്ലാഹ്. എന്നാൽ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കോ ഉലൈക ലഹും നസീബും മിമ്മാ കസബു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ച് മനസ്സിലാക്കിയതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ മനസ്സിന്റെ നിയത്ത്, അല്ലെ, ഉദ്ദേശ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല എന്താകാന് പ്രതിഫലം നൽകാന്. എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ഇതനുസരിച്ച്, നിയത്തനുസരിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് പിന്നെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. വമൻ യുരിദ് സവാബദ് ദുനിയ നുഅ്തിഹി മിൻഹ. ദുനിയാവിന്റെ പ്രതിഫലമാണ് ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉദ്ദേശിക്കുന്നെങ്കിൽ, അള്ളാഹു അതിൽ നിന്ന് നൽകും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അല്ലെ? വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലെ? ഫമൻ കാനത് ഹിജ്റതുഹു എന്താണ്, അതായത് ഒരു ഹദീസിൽ പറയുന്നത് വെച്ചാൽ ഓരോ ആൾക്കാരുടെ പ്രവർത്തനങ്ങളും നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലാഹു തആല നൽകുക. ഒരാള് പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഹിജ്റ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവര് അതെന്തേലും. നേരെ മറിച്ച് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനോ വേറെ എന്തെങ്കിലും, അല്ലെ, ആവശ്യങ്ങളുമായിട്ടാണ് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അവനതുണ്ടാകും. നമ്മൾ എന്താണോ കൊതിക്കുന്നത് അത് അല്ലാഹു തആല തരും. നമ്മള് ദുനിയാവിന്റെ പിന്നെ സൗകര്യങ്ങൾ വർദ്ധിക്കണം, ദുനിയാവിലെ നേട്ടങ്ങൾ ഉണ്ടാകണം, ദുനിയാവിന്റെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നെങ്കിൽ അത് അല്ലാഹു തആല തരും. അതാ പറയുന്നത് നുഅ്തിഹി മിൻഹ. ഇവിടെ നമ്മൾ നല്ല വലിയ വീട്, ഒരുപാട് നല്ല സൗകര്യങ്ങള്, കാറ്, അല്ലെ, അതിൽ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ അത് അത്യാവശ്യം എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് നമ്മള് അതില് എന്താക്കേണ്ടതില്ല, സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കേണ്ടതില്ല കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കേന്, സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോൾ, സ്വർഗത്തിലെ ഹദീസെല്ലാം പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്ത്? ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ദരിദ്രന്മാരാണ്, മിസ്കീന്മാരാണ്, അല്ലെ, പാവപ്പെട്ട ആൾക്കാരാണ്, ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. അള്ളാഹുവിന്റെ നീതി എന്ന് പറയുന്നത് എത്ര വലുതാന്ന് അപ്പോഴാ ചിന്തിച്ചു പോകുന്നത്. പണക്കാരൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഊഴം കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവര് പ്രവേശിച്ച് 500 വർഷം കഴിഞ്ഞിട്ടാണ് ഇവര് കയറാൻ കഴിയുമെന്ന് പറയുന്നുണ്ടല്ലേ ഒരു ഹദീസില്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മള് ഏതിൽ ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഈ ദുനിയാവിൽ കുറേ സമ്പത്ത് സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു, അതല്ല നാളെ സ്വർഗത്തിൽ വേഗം പോകാൻ ആഗ്രഹിക്കുന്നു? നാളെ സ്വർഗത്തിൽ വേഗം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്താണ്? എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ. സുബ്ഹാനല്ലാഹ്. മനസ്സ് തട്ടിട്ട് ആരെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാ? ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്, അല്ലേ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാ? എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ എടുക്കുന്നില്ലേ? എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അല്ലെ? ഒന്നുപോലെ ഒഴിയാണ്ട് ഖുറാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പക്ഷെ ഈ പ്രാർത്ഥന എന്താ നമുക്ക് മനസ്സിൽ തട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ശരിക്കും ഈ സ്വർഗത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പോകും ഈ പ്രാർത്ഥന, മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ. കാരണം എന്താ അറിയോ? അവിടെ സ്വർഗത്തിൽ ആദ്യം മിസ്കീന്മാരല്ലേ കയറാന്ന് പറയുന്നത്. അവിടെ ചിന്തിച്ചു കഴിഞ്ഞാലില്ലേ, അത് എത്രയോ നീതിയാണ്, എത്രയോ ന്യായമാണ്. കാരണം എന്താ അറിയോ?
ഇങ്ങനെ ചില ആൾക്കാരില്ലേ, വിഷമിക്കുന്ന ആൾക്കാര് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അവര് ഒരാൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ അവർ സങ്കടത്തോടെ എന്നോട് പറഞ്ഞ വെച്ചാല് ആയ കാലേ വിഷമാന്ന് മോളെ, ജനിച്ചേരം മുതൽ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പാടും പ്രയാസവും ഇപ്പവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തന്നെ. ഇതിനെല്ലാം എപ്പാന്നൊരു അറുതി ഉണ്ടാകാൻ എപ്പാ ഇത് അള്ളാഹ് അങ്ങേക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലേ, അല്ലാണ്ട് ഇങ്ങനെ അവരെന്നെ സ്വയം ആശ്വസിക്കും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ നിങ്ങളേക്കും രാജാക്കന്മാരായിട്ട് വിലസുന്നുണ്ടാകാൻ ആദ്യം സ്വർഗത്തില്. അല്ലാണ്ട് നമ്മള് ആരെയും ദ്രോഹിച്ചിട്ടില്ല മോളെ, നമ്മൾ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല മോളെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല. ശരി തന്നെയാണ്, അവരെല്ലാം അത്രയും പാവങ്ങൾ വെച്ചാല് സാമ്പത്തികമായും പാവങ്ങളാണ്, അങ്ങനെ അല്ലാണ്ടും ഉണ്ടാവൂല ഇങ്ങനെ ഒരു പാവം, അങ്ങനെ ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാതെ ഒരാളെ കൊണ്ടൊരു കുറ്റം പറയാത്ത അങ്ങനെ ജീവിക്കുന്ന മിസ്കിന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനപ്പൊ ഇങ്ങനെ വിചാരിച്ചു, അവർക്കെല്ലാം സ്വർഗത്തിന്റെ അള്ളാഹു എത്രയും അല്ലെ ഉന്നതമായ ഇതിലേക്കും അള്ളാഹു താല എത്തിക്കാൻ, അതിനായിരിക്കും ഇങ്ങനെ ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പാടും പ്രയാസവും സഹിക്കാനും ഇവിടെ അള്ളാഹു താല കൊടുത്തിട്ടുണ്ടാകാൻ. അവിടെ കുറെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ചിലപ്പം കർമ്മങ്ങൾ കൊണ്ട് അവർ അവിടെ എത്തുന്നുണ്ടാവൂല. അപ്പൊ ഈ പ്രയാസങ്ങൾ കൊടുത്ത് ക്ഷമിക്കാനും അല്ലെ അതില് സഹിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ വലിയ വലിയ കോടീശ്വരന്മാരായ ആൾക്കാരെ വീട്ടിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എന്തുമാത്രം സുഖസൗകര്യങ്ങളിലാണ്. ഇഷ്ടം പോലെ വീട്ടില് ജോലിക്ക് ആള് അല്ലെ, എന്തിനും ഏതിനും പറഞ്ഞാലും ഇങ്ങനെ എടുത്തു കൊടുക്കാനും ആൾക്കാനും അതിനും അങ്ങനെ ശരിക്കും സ്വർഗീയ സുഖം എന്ന് പറയുന്ന പോലെ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലെ. അപ്പം പിന്നെ അങ്ങനത്തെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെ എന്തുമാത്രം സുഖത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നതിലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഈ ഈ പറഞ്ഞ രണ്ട് വിഭാഗം ആൾക്കാരും ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പം പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം അന്നേരം ഓർമ്മ വരും. ഉമർ റളിയല്ലാഹു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നിട്ട് പോലും അദ്ദേഹം വലിയ മണിമാളികയിൽ താമസിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടല്ല അല്ലെ, മണിമാളികയിൽ കഴിയാനുള്ള അധികാരവും സമ്പത്തും ഇല്ലാത്തത് കൊണ്ടല്ല, പായമേഞ്ഞ കട്ടിലിൽ കിടന്ന് ഒരുപാട് കീറിയിട്ട് പിന്നെയും തുന്നിയ വസ്ത്രം ധരിച്ചത് എന്തുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത് അല്ലെ. അവരൊക്കെ ആ സ്വർഗത്തിന് അത്രയും കൊതിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ദുനിയാവെന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ടാകുമ്പോൾ അവിടെ എത്തിയിട്ട് എനിക്ക് കിട്ടാണ്ടായി പോലെ, അവിടെ കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ അവിടെ വൈകി പോകുമോ എന്നുള്ള ഒരു മനസ്സിന്റെ ആ ഒരു ഇതായിരിക്കുമല്ലേ അവര് ആ രീതിയിൽ അത്രയും പിന്നെ ലളിതമായിട്ട് ജീവിക്കാൻ. ഇപ്പൊ നമ്മള് പറയുമ്പോ പറയും ഉണ്ടെങ്കിൽ എന്തേ നല്ല നിലയിൽ ജീവിക്കാലോ. ശരി തന്നെ, ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലെ. ഉള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാം, അനുഭവിക്കാം, ആസ്വദിക്കാം. ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള മുൻകഴിഞ്ഞ സഹാബാക്കളെ ഓരോ ജീവിതം നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ ഇത്രയും ലാളിത്യത്തോടെ അത്രയും വളരെ അല്ലെ സൗകര്യങ്ങള് കുറഞ്ഞ രീതിയിൽ ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? ഒരുപക്ഷെ ഈ സ്വർഗം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളോ നമ്മളെ കാര്യം എപ്പോഴും പറയുമ്പോ ഇപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ തന്നെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ അത്ര ഭയങ്കര നല്ലയാളെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എത്തിയിട്ടില്ല അല്ലെ. ഇവരൊന്നും ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ആകാൻ കഴിയുന്നില്ലാലോ എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ സത്യം പറഞ്ഞാല്. സുബ്ഹാനല്ലാഹ്. വേണ്ടാന്ന് ശരിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കില്ല, ഒന്നും വേണ്ട ഈ ദുനിയാവിൽ, ഒന്നും വേണ്ട റബ്ബേ, ഒന്നും വേണ്ട, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാനുള്ളത് മതി. ശരിക്കും മിസ്കീൻ എന്ന് പറയുമ്പോൾ തീരെ ഇല്ലാത്ത ആളല്ലല്ലോ, ഫക്കീറല്ലല്ലോ. മിസ്കീൻ എന്ന് പറയുമ്പോൾ എന്താ, ഉള്ളതില് അല്ലെ തൃപ്തിപ്പെട്ടിട്ട് ജീവിക്കാനും കഴിയുന്ന ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. അൽഹംദുലില്ലാ അല്ലെ. അധ്വാനിച്ച് ജീവിക്കുക, മരിക്കുന്നവരെ അധ്വാനിക്കേണ്ടി വരും ചിലപ്പോ. ജീവിതം അതായത് രണ്ടറ്റം കൂട്ടിമുട്ടണമെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. എന്നാലെന്താ അല്ലെ, ഇവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, അവിടെ നമുക്ക് സുഖിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവിടുത്തെ കഷ്ടപ്പാടെല്ലാം എന്താ അല്ലെ, അതിലും നമ്മൾ എന്താക്കേണ്ടതില്ല, ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലെ. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേ വേണ്ട ഈ ഈ വിഷയത്തിലൊന്നും. അതായത് സന്തോഷിച്ചുകൊള്ളുക.
ദാരിദ്ര്യം, കഷ്ടപ്പാടും പ്രയാസവും ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ എന്തായിക്കോ, സന്തോഷിച്ചോ. പക്ഷെ സന്തോഷിക്കണമെങ്കിൽ നമ്മളെ റബ്ബിന് തൃപ്തിപ്പെട്ടിട്ട് ജീവിക്കാൻ പഠിക്കണം. അതായത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പഠിക്കണം. ഇല്ലായ്മയും വല്ലായ്മയും ഉണ്ടായിട്ട് നമ്മള് കുറെ പിന്നെ കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും പിന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കടക്കാരനായാലും എന്തില്ല, അപ്പൊ പിന്നെ ഈ പറഞ്ഞ ദർജയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയ അത്രയും ഗൗരവമുള്ള കാര്യം തിന്മയാണ് എന്ത്, പലിശ എന്നുള്ളത്. അപ്പൊ ആ പിന്നെ പലിശയിലൊന്നും നമ്മൾ പെട്ടുപോകാതിരിക്കുക. പിന്നെന്താക്ക മോളെ, വേറെന്താ ചെയ്യാ, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് എങ്ങനെ അങ്ങനെ പോകാം അല്ലെ, അങ്ങനെ പോകാം. മക്കളെ കല്യാണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കടം വരുന്നത്. ഒരു വീടില്ലാണ്ട് എങ്ങനെയാണ് അല്ലെ ഒരു പെണ്ണിനെ കെട്ടിക്കുക, അങ്ങനെ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് വീട് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ അതിന്റെ മേലെ കടം വാങ്ങിയിട്ട് കല്യാണം ഉണ്ടാക്കും. എന്നിട്ട് ഓളെ ജീവിതത്തിലും സന്തോഷം സമാധാനം ഉണ്ടാവില്ല, ഇവരെ ജീവിതത്തിലും സന്തോഷം സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെയായിരിക്കും. അത് വേറെ അല്ലെ. നമുക്ക് അള്ളാഹു താല പറഞ്ഞ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ കുറച്ചൊന്നും നമ്മൾ എന്താക്കണം, അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. എല്ലാ നിലക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമുക്കൊന്നും കഴിയില്ല. നമുക്ക് ഇങ്ങനെ അല്ലെ, മനുഷ്യന്മാരുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് ആദ്യം വീടുണ്ടാവൂല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടായാൽ മതി എന്ന് വിചാരിക്കും. പിന്നെ വീടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ ഓരോ സൗകര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അപ്പൊ അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് ഇങ്ങനെ അല്ലെ, അങ്ങനെ നമ്മൾ എന്താക്കും, ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാവും രാപ്പകലില്ലാതെ. സുബ്ഹാനല്ലാഹ്. ഇതൊന്നുമല്ല അല്ലെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അപ്പം പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാല്, നമ്മൾ ദുനിയാവ് ആഗ്രഹിച്ചാല് വമൻ യുരിദു സവാബ ദുനിയ നുഅ്തിഹി മിൻഹാ വമൻ യുരിദു സവാബൽ ആഖിറ നുഅ്തിഹി മിൻഹാ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകുന്നാണ് ഇവിടെ പറയുന്നത്. ദുനിയാവില് നമുക്ക് കുറെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു അത് തരും. ദുനിയാവില് നമുക്ക് കുറെ തരും, എല്ലാ സൗകര്യം തരും. എല്ലാ സൗകര്യം എന്ന് വെച്ചാൽ എല്ലാം തരും. എന്നാ പരലോകം മാത്രം ആഗ്രഹിക്കുന്നെങ്കിലോ അല്ലെ, അപ്പൊ ദുനിയാവും തരും പരലോകം തരും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന. നമ്മൾ ഹസനത്തെ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ദുനിയാവിൽ എന്താ ഹസന, നമുക്ക് ഹസനായിട്ടുള്ളത് എന്താ നമുക്ക് അറിയൂല. നമ്മൾ ഇന്ന കാര്യം വേണമെന്നൊട്ട് വാശി പിടിക്കണ്ട. ഹസൻ, ഖൈർ അല്ലെ, അതിലെന്താണോ ഖൈർ അത് നൽകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അള്ളാഹു അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീറുൻ ഫമാ വഹനു ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹി വമാ ളഅഫു വമസ്തകാനു വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. മുൻകാലഘട്ടങ്ങളില് പ്രവാചകന്മാരോടൊപ്പം എത്രയോ മിൻ നബിയിൻ നബിമാരായിട്ടുള്ള ഖാതല യുദ്ധം ചെയ്തിരിക്കുന്നു മഅഹു അദ്ദേഹത്തോടൊപ്പം അവരോടൊപ്പം റിബ്ബിയൂൻ എന്ന് വെച്ചാല് പുണ്യപുരുഷന്മാര്, പുണ്യവാളന്മാരായ ആളുകൾ. എത്ര ആൾക്കാർ, കസീറും ധാരാളക്കണക്കിന് ആളുകള് പ്രവാചകന്മാരോടൊപ്പം അനേകം അല്ലെ അള്ളാഹുവിന്റെ അടിയാന്മാര് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. അത് കാരണത്താൽ എന്താണ്, ഫമാ വഹനു ലിമാ അസ്വാബഹും ഫീ സബീലില്ല, അവരെ അത് പ്രയാസപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അധൈര്യപ്പെടുത്തിയിട്ടില്ല. ലിമാ അസ്വാബഹും അവർക്ക് ബാധിച്ചതിനാൽ, ഫീ സബീലിൽ അള്ളാന്റെ മാർഗത്തില് അള്ളാന്റെ മാർഗത്തിൽ വന്ന ആ പ്രയാസങ്ങളെ അവർക്ക് യാതൊരു തരത്തിലും അവരെ തളർത്തിയിട്ടില്ല. വമാ ദഅഫു അവരെ ദുർബലരാക്കിയിട്ടുമില്ല. അവരെ ദൗർബല്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയിട്ടില്ല. വമസ്തകാനു വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തിട്ടില്ല അല്ലെ. അള്ളാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, ക്ഷമാലുക്കളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അള്ളാന്റെ മാർഗത്തില് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച ആളുകള് അവർക്ക് നേരിട്ട ഒന്നും തന്നെ അത് കാരണത്താൽ അവർ തളർന്നു പോയിട്ടില്ല.
ശരിക്കും അല്ലെ, നമ്മള് ബദറിന്റെ ഈ രംഗം, ഒഹദിന്റെ രംഗം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. വിശ്വാസികൾ അനുഭവിച്ചതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണല്ലേ. പക്ഷെ അവരെ അതൊന്നും എന്താക്കിയിട്ടില്ല, തളർത്തി കളഞ്ഞിട്ടില്ല. എന്താണോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അതിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായിരുന്നു അല്ലെ. അവര് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമാലുക്കൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ. അപ്പം അവർക്ക് അള്ളാഹിന്റെ അള്ളാഹു യുഹിബ്ബു സ്വാബിരീൻ, അള്ളാഹിന്റെ മാർഗത്തിൽ അവർക്ക് നേരിട്ട പ്രയാസങ്ങളൊന്നും തന്നെ അവരെ തളർത്തിയിട്ടില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹു ക്ഷമാശീലരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലു റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വഇസ്റാഫന ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അവരുടെ വാക്ക് ഇങ്ങനെയായിരുന്നു. എന്താണ്? റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, തെറ്റുകൾ, വൈസ്രാഫന ഞങ്ങൾ അതിര് കവിഞ്ഞതും. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വഇസ്റാഫന ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവർ പ്രാർത്ഥിച്ചത് അതാണ്. ഞങ്ങളെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്താൻ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനും ശത്രുക്കൾക്കെതിരായിട്ട് ഞങ്ങളെ നീ സഹായിക്കാനും. സുബ്ഹാനല്ലാഹ്, നല്ല പ്രാർത്ഥനയാണ് അല്ലെ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അതിര് കവിച്ചലുകൾ, അതിര് വിട്ട് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ നീ പുറത്തു തരണമേ. ഞങ്ങൾക്ക് സബാത്ത് നൽകണമേ, ഞങ്ങളെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ, സത്യനിഷേധികൾക്കെതിരായിട്ട് ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇങ്ങനെയായിരുന്നു അവര് പ്രാർത്ഥിച്ചത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് നൽകി? ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ. അള്ളാഹു അവർക്ക് ഈ ദുനിയാവിലെ പ്രതിഫലം നൽകി. ആതാഹുമുല്ലാഹു, അള്ളാഹു നൽകി, സവാബദ് ദുനിയ, ഈ ദുനിയാവിലെ പ്രതിഫലം, വഹുസ്ന സവാബിൽ ആഖിറ, പരലോകത്ത് ഏറ്റവും നല്ലതായ പ്രതിഫലവും, ഏറ്റവും നല്ലതായ പ്രതിഫലവും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുകൃതം ചെയ്യുന്നവരെ, മുഹ്സിനീങ്ങളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. നന്മ ചെയ്യുന്നവരെ അള്ളാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നു. അപ്പം ഇങ്ങനെ ക്ഷമയോടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും വിശ്വാസം കാത്ത് സംരക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും അതിൽ വന്ന പരീക്ഷണങ്ങളിലൊന്നും പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറയാതെ നിൽക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അവർ പ്രാർത്ഥിച്ചു അല്ലെ. അവരുടെ കാൽപാദങ്ങൾ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകി. ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലും അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകി. പരലോകത്ത് ഹുസ്ന സവാബ് പറഞ്ഞ അല്ലെ. ഹുസ്ന സവാബ് എന്ന് വെച്ചാൽ വിശിഷ്ടമായ പ്രതിഫലം, നല്ലതായ പ്രതിഫലം പരലോകത്തും അള്ളാഹു തആല അവർക്ക് നൽകി. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. 148 ആയത്തായേ. അപ്പോ എത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു തആല പറയുന്ന കാര്യങ്ങള്, കേൾക്കുന്ന കാര്യങ്ങള് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ ഓരോ ആയത്തുകളും നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ആയത്തുകളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ല സച്ചരിതരായ നല്ല അടിമകൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു അല്ലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകുമ്പോൾ അതിലെല്ലാം ക്ഷമ കൈക്കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല ആഫിയത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തെറ്റായി മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.